ഇന്നെനിക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എന്നെ പഠിപ്പിച്ചു. ഇനി മുതൽ ഞാൻ എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. മനസ്സിലാക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ കുറേ പ്രകൃതിയായിട്ടൊക്കെ നല്ല പച്ചപ്പ് നല്ല ഇതായിട്ട് നല്ല കൂടുതൽ മനസ്സിൽ വെക്കാണ്ട് കുറേ ഓർമ്മകളും കിട്ടി. അവർ പറഞ്ഞതില്ലേ ഏതെങ്കിലും മനസ്സിൽ നിന്നോ? ക്ലാസ് സമാധാനത്തിനെ കുറിച്ച് സാർ നല്ലോണം കൂടുതൽ പറഞ്ഞത് അതെനിക്ക് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പം എങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടത്, എങ്ങനെ നമ്മൾ പെരുമാറേണ്ടതെല്ലാം എനിക്ക് മനസ്സിലായി. പറയണത് കിട്ടുന്നില്ല എനിക്ക്. ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു. സാറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രകൃതിയിൽ നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നൊക്കെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് സാറ് ഇവിടെ നിന്ന് പകർന്നു തന്നു. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് ഗുണം തോന്നുന്നു. പറയാം. അപ്പോൾ ഇവിടുത്തെ സൗണ്ട് ഇതാവൂലേ? എൻ്റെ പേര് രതിക. അംബേദ്കർ സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. കുട്ടികളുമായിട്ട് ക്ലാസ്സിലെത്തി. അപ്പോൾ ആദ്യമായി ഞങ്ങൾ പ്രകൃതിയുടെ മനോഹരിതമായ അതിലൂടെ നടന്നു വന്നു. കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്ത് അതിലൂടെ യാത്ര ചെയ്ത് വന്നു. അതിനുശേഷം ക്ലാസ് വളരെ നന്നായിരുന്നു. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും വളരെ ഡിസിപ്ലിനായിട്ടിരുന്നു. കുറച്ച് കുറവുള്ള കുട്ടികളായിരുന്നു. പക്ഷെ അവർ പോലും വളരെ നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ക്ലാസ്സിൽ തുടങ്ങിയതിൻ്റെ പ്രകൃതിയെക്കുറിച്ചും സൂര്യനിലെ എനർജിയെക്കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് മനോഹരമായി ക്ലാസ് എടുത്തു കൊടുത്തു. കുട്ടികളത് നന്നായി തന്നെ വീട്ടിൽ സമാധാനം എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വളരെ മനോഹരമായി കുട്ടികൾ എഴുതി കൊടുത്തു. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളും നന്നായിട്ടത് ക്ലാസ് ആസ്വദിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾക്കും ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. സമയം വളരെ വാല്യുബിളായിട്ട് തോന്നി. ഇത്രയാണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ചിറക് വേണോ? അങ്ങനെയും വേഗമായാൽ പോലും മതിയായിരുന്നു. ആകാശത്ത് പറന്നു നടക്കായിരുന്നു. ചിറകില്ലാതെ പറക്കാൻ കഴിയും നിറവെൺമുകിലായി തീർന്നെങ്കിൽ കാടിനു മുകളിൽ കുന്നിനു മുകളിൽ മൂടി കലർന്ന് പറക്കും ഞാൻ. എന്തൊരു രസമാണ്, എന്തൊരു സുഖമാണ് അന്തിവരേക്ക് പറന്നിടാൻ. എല്ലാ നാളും മണ്ണിൽ നടപ്പതിന് ഇങ്ങനെ എനിക്കും പറക്കണമായിരുന്നു എന്ന ആഗ്രഹത്തിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ പറക്കാൻ പഠിച്ചത്. ഇപ്പൊ എങ്ങനെയാ പറക്കുന്നത്? നമ്മൾ എത്ര വേഗതയിലാണ് വിമാനത്തിൽ സഞ്ചരിച്ച് എത്ര പേരുണ്ട്? എന്ത് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാനാകുമോ എന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അങ്ങനെയാണ്. എപ്പോഴാണ് വിമാനം കണ്ടുപിടിച്ചത്? എത്ര കാലമായി അറിയോ? ആരാ വിമാനം കണ്ടുപിടിച്ചത്? റൈറ്റ് ബ്രദേഴ്സ്. ഏത് വർഷമാണെന്ന് അറിയോ? 1904 ഏകദേശം ഒരു 100-119 വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിമാനം കണ്ടുപിടിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ആദ്യം പറഞ്ഞത് എത്ര സെക്കൻഡാണെന്ന് അറിയാമോ? സെക്കൻഡാണ്.
ക്രൈസ്തവ സഹോദരന്മാർ ആദ്യം ഒരു കടപ്പുറത്ത് പോയി വിമാനത്തിന്റെ പ്രാകൃത രൂപം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ എത്ര സമയം എന്നറിയാം? എത്ര സമയമായിരിക്കും? 2 മിനിറ്റോ? 11 സെക്കൻഡാണ്. വെറും 11. അതിന്റെ ഇടയിൽ താഴെ വീണ് പോയി. ആദ്യത്തെ പറക്കാൻ 11 സെക്കൻഡാണ്. ഇന്ന് നമ്മള് മണിക്കൂറുകളോളം US-ലേക്കൊക്കെ പോകണമെങ്കിൽ 20-24 മണിക്കൂർ 26 മണിക്കൂർ യാത്ര ചെയ്യണം. അത് നിർത്താതെ പോകുന്ന സംവിധാനങ്ങളും ചിലത് മറ്റു പല രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. നിർത്താതെ തന്നെ പോകുന്ന ട്രെയിനുകൾ. അങ്ങനെ പറക്കാൻ കഴിയുന്ന സംവിധാനത്തിന് വെറും 100 വർഷക്കാലം വർഷങ്ങൾ നമ്മൾ എത്തിയത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ്. പുതിയ അറിവുകൾ അറിയാൻ, പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് ചോദിച്ചുകൊണ്ടേയില്ല. അപ്പോൾ ചോദിച്ചാൽ മാത്രമേ കാര്യങ്ങൾ അറിയൂ. അപ്പോൾ എന്തിനാണ് നമസ്കാരം പറയുന്നത്, ഗുഡ് മോർണിംഗ് പറയുന്നത്? അത് നമ്മൾ എവിടെ വരെ എത്തി? അന്വേഷണം. ഗുഡ് മോർണിംഗ് എവിടം വരെ എത്തി? ഏതിനനുസരിച്ച് സമയത്തനുസരിച്ചിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു.